എവല്യൂഷണറി ഡിസാസ്റ്റർ അല്ലെങ്കിൽ എവല്യൂഷണറി മിസ്റ്റേക്ക് എന്ന് കരുതപ്പെടുന്ന ഒരു ജീവിയുണ്ട്. ഓരോ എവല്യൂഷൻ കഴിയുന്ന സമയത്തും ഭൂമിയിൽ ജീവിക്കാൻ ഏറ്റവും യോഗ്യമായിട്ടുള്ള ജീവികളെയാണല്ലോ പ്രകൃതി സെലക്ട് ചെയ്യുക. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ ജീവിയുടെ കാര്യത്തിൽ മാത്രം അങ്ങനെയല്ല. ഇത്രയും കേട്ടിട്ട് നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടെങ്കിൽ താഴെ എന്തായാലും കമന്റ് ചെയ്യണം. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ജീവികൾക്ക് ജീവിക്കാൻ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല എന്നുള്ള തരത്തിലുള്ള വീഡിയോസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. നിങ്ങളുടെ ഊഹം ശരിയാണ്, ജയന്റ് പാൻഡകളാണ് ഈ ജീവികൾ. ഇന്നത്തെ വീഡിയോയില് ഇവർക്ക് ജീവിക്കാൻ താല്പര്യമില്ലായ്മയല്ല, എന്തുകൊണ്ടാണ് ഇവരെ ഒരു എവല്യൂഷണറി മിസ്റ്റേക്ക് ആണെന്ന് പറയുന്നതെന്ന് നോക്കാം. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയേജസ്. ജയന്റ് പാൻഡകൾ കരടികളുടെ ബന്ധുക്കളാണെന്നുള്ളത് നമുക്കറിയാം. കാർണിവോറ എന്ന് പറയുന്ന ഗ്രൂപ്പില് ഉർസിഡെ എന്ന് പറഞ്ഞ ഫാമിലിയില് വരുന്നവരാണ് കരടികളും ജയന്റ് പാൻഡകളും. കാർണിവോറ, ഉർസിഡെ, കരടികൾ. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കോമൺ ആയിട്ടൊരു കാര്യം മനസ്സിലാക്കാം, ഇവരെ യഥാർത്ഥത്തില് മാംസബുക്കുകളായിരുന്നു. കരടികളാണെങ്കിൽ മിശ്രബുക്കുകളായതോടു കൂടിയിട്ട് അവരുടെ ഡയറ്റ് ഓപ്ഷൻസ് കൂടുകയാണ് ചെയ്തത്. പക്ഷെ മാംസബുക്കുകളായിട്ടുള്ള പാൻഡകള് സസ്യബുക്കുകളായപ്പോ, അതും മുള മാത്രം കഴിക്കുന്ന സസ്യബുക്കുകളായപ്പോ ഇവരുടെ ഡയറ്റ് ഓപ്ഷൻ വളരെയധികം കുറയാണ് ചെയ്തത്. 4.5 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഇവരുടെ ടേസ്റ്റ് ബഡ്സിലുണ്ടായ ഒരു മ്യൂട്ടേഷൻ കാരണമാണ് മാംസബുക്കുകളായിട്ടുള്ള ജയന്റ് പാൻഡകള് സസ്യബുക്കുകളായത് എന്നാണ് പറയുന്നത്. നമുക്ക് ഈ മാംസത്തിനോട് ഇഷ്ടം തോന്നുന്നത് ഉമാമി എന്ന് പറയുന്ന ഒരു ടേസ്റ്റ് കാരണമാണ്. ഈ ടേസ്റ്റ് സെൻസ് ചെയ്യാനുള്ള ടേസ്റ്റ് ബഡ്സ് എന്തുകൊണ്ടോ ജയന്റ് പാൻഡകൾക്ക് അപ്രത്യക്ഷമാവുകയായിരുന്നു. ഇനി സസ്യബുക്കുകളായെങ്കിലും ഇവരുടെ ശരീരത്തിന് മുളയോ അല്ലെങ്കിൽ മറ്റ് സസ്യങ്ങളോ ദഹിപ്പിക്കാനുള്ള യാതൊരു കഴിവും കിട്ടിയിട്ടില്ല. ഇതിന് കാരണം ഇവരുടെ ദഹന പ്രക്രിയ ഇപ്പോഴും മാംസബുക്കുകളുടേതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഏകദേശം 40 കിലോ മുള കഴിച്ചാലാണ് ഇവർക്ക് ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ കാരണം കൊണ്ട് ഒരു ദിവസം മൊത്തം ഇരുന്ന് തിന്നാനും അല്ലെങ്കിൽ ഭക്ഷണം കണ്ടുപിടിക്കാനും മാത്രം തന്നെ പാൻഡകൾക്ക് വേണ്ടി വരും. ഇനി മുള എന്ന് പറയുന്ന ചെടി പൂത്തതിന് ശേഷം ഒന്നായി നശിച്ചു പോവുകയാണ് ചെയ്യുക. മാത്രമല്ല മുളങ്കാടുകൾ വെട്ടിത്തെളിക്കുന്ന മനുഷ്യർ കാരണം എപ്പോഴും ഇവർക്ക് ഭക്ഷണത്തിന് ക്ഷാമം നേരിടേണ്ടി വരുന്നു. ദഹന വ്യവസ്ഥ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ പ്രജനന രീതിക്കാണ്. വർഷത്തിലാകെ 2 ദിവസം മാത്രമാണ് ഫീമെയിൽ പാൻഡകൾ ഫെർട്ടൈൽ ആയിട്ട് ഉണ്ടാവുള്ളൂ. പാൻഡകളാണെങ്കിൽ സോഷ്യലായി ജീവിക്കുന്ന അല്ലെങ്കിൽ കൂട്ടം കൂടി ജീവിക്കുന്ന മൃഗങ്ങളല്ല. ഒരുപാട് മുള തിന്നണം എന്നുള്ള കാരണം കൊണ്ട് ഇവരുടെ ടെറിട്ടറി ഭയങ്കര വലുതാണ്. മെയിൽ പാൻഡകൾക്ക് ഏകദേശം 6.5 സ്ക്വയർ കിലോമീറ്ററും ഫീമെയിൽ പാൻഡകൾക്ക് ഏകദേശം 4.5 കിലോമീറ്ററുമാണ് ഇവരുടെ ടെറിട്ടറി ആയിട്ട് ഉണ്ടാവുക. ഇത്രയും ദൂരം താണ്ടി മെയിൽ പാൻഡകൾ എത്തിയെങ്കിൽ മാത്രമാണ് ഇവർക്ക് അടുത്ത ജനറേഷൻ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് പലപ്പോഴും സാധ്യമാവാറില്ല. ഇനി ഫീമെയിൽ പാൻഡകൾ ഗർഭിണികളായാൽ തന്നെ ആകെ ഒരു കുഞ്ഞു മാത്രമാണ് ഒരു പ്രസവത്തിൽ ഉണ്ടാവുക. ആ കുഞ്ഞിനാണെങ്കിൽ ഫീമെയിൽ പാൻഡകളുടെ പ്രത്യേക പരിചരണം ലഭിച്ചെങ്കിൽ മാത്രമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുള്ളൂ. വലിയൊരു ടെറിട്ടറി തന്നെ ഇവർക്ക് കയ്യേറേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞല്ലോ. കാട്ടിലെ നിയമം അനുസരിച്ചിട്ട് ശക്തിയുള്ളവൻ തന്നെയാണ് രാജാവ്. ഈ ടെറിട്ടറിയിലേക്ക് മറ്റൊരു മൃഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു എതിർത്തുനിൽപ്പും ഇല്ലാണ്ട് തന്നെ ഈ പാൻഡകള് അവരുടെ സ്ഥലം വിട്ടൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുക. ഇതുവഴിയും വേണ്ട ഭക്ഷണം കിട്ടാണ്ട് പലപ്പോഴും പാൻഡകൾ മരിച്ചു പോകും. ഇനി ക്യാപ്റ്റിവിറ്റിയിലാണെങ്കിൽ തന്നെ ജീവിക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ലാത്ത മാതിരിയാണ് പാൻഡകൾ പെരുമാറുക എന്നുള്ളത് നമ്മൾ പല വീഡിയോകളിലായിട്ട് കണ്ടിട്ടുണ്ട്. വംശനാശ ഭീഷണിക്ക് മിക്കപ്പോഴും പല ജീവികൾക്കും കാരണമാകുന്നത് മനുഷ്യനാണെങ്കിൽ ഈ ജീവിയുടെ വംശനാശ ഭീഷണി കുറച്ചെങ്കിലും കുറയ്ക്കുന്നതിന് വലിയൊരു പങ്ക് മനുഷ്യർക്കുണ്ട്. ഇവർക്ക് വേണ്ട ഭക്ഷണം എത്തിച്ചു കൊടുത്തും ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വഴി ഇവരുടെ പ്രജനനം ഉറപ്പാക്കിയും ഇവരുടെ കുഞ്ഞുങ്ങളെ വേണ്ട പ്രത്യേക പരിചരണം കൊടുത്തും. സോ പാൻഡകൾ എങ്ങനെയാണ് റെവല്യൂഷണറി മിസ്റ്റേക്ക് ആവുന്നത് നമ്മൾ കണ്ടു. നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കണമെന്ന് വെച്ചാൽ എന്തായാലും ഒരു പാൻഡ ലവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുകയും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.